നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ WWE റെസ്ലിമേനിയ 35-ൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്ന മാച്ച് ഏതാണെന്ന് വെച്ചാൽ റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ബിക്കി ലിഞ്ച് വേഴ്സസ് ചാർലോട്ട് ഫ്ലെയർ വേഴ്സസ് റോണ്ട റോസിയുമായിട്ടൊരു റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഈ മാച്ചിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം WWE ഹൈപ്പ് കൊടുക്കാൻ കാരണം എന്താണ് നമ്മൾ നോക്കുന്നതാണ്. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസിൻ്റെ റെസ്ലിമേനിയ 36-ൽ മാച്ച് ആരുടെ അടുത്താണ് വെച്ചാൽ അത് സെത്ത് റോളിൻസിൻ്റെ അടുത്താണ്. അത് റോമൻ റെയിൻസ് തന്നെ പറഞ്ഞായിരുന്നു, ഒരു മീറ്റിംഗ് വെച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോട്ട് കിടക്കുമ്പോൾ നിങ്ങളുടെ വരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലൈ കൂടി ഞാൻ വിളിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് റെസ്ലിമേനിയ 35 നടക്കുന്ന റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത്. ഈ മാച്ചിന് WWE വളരെ വലിയ ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാച്ചിനാണ്. ഇപ്പം റെസ്ലിമേനിയ 35-ൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള മാച്ച് ഏതാണെന്ന് വെച്ചാൽ സെത്ത് റോളിൻസ് വേഴ്സസ് ബ്രോക്ക് ലെസ്നറുടെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. അതിനോടൊപ്പം തന്നെയാണ് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചും കൂടെ ഇരിക്കുന്നത്. ചാർലോട്ട് ഫ്ലെയർ വേഴ്സസ് ബിക്കി ലിഞ്ച് വേഴ്സസ് റോണ്ട റോസിയുമായിട്ടൊരു മാച്ച്, റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ്. ഈ രണ്ട് മാച്ചുകളാണ് ഇപ്പം റെസ്ലിമേനിയ 35-ൽ ഏറ്റവും വലിയ ഹൈപ്പുള്ള മാച്ചായിട്ടിരിക്കുന്നത്. ഈ റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് WWEയിലെ ക്രിയേറ്റീവ് ടീമല്ല, പകരം ഇവർ ഈ മൂന്ന് റെസ്ലർ തന്നെയാണ്. ബിക്കി ലിഞ്ചും ചാർലോട്ട് ഫ്ലെയറും റോണ്ട റോസിയാണ്. വിങ്സ് മാൻ ഇവ മൂന്ന് പേർത്തും പറഞ്ഞിട്ടുണ്ട് ഈ മാച്ചിനുള്ള സ്റ്റോറിയിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പെർമിഷൻ വിങ്സ് മിക്മാൻ ഈ മൂന്ന് റെസ്ലർക്കും കൊടുത്തിട്ടുണ്ട്. ഈ മാച്ചിനുള്ള സ്റ്റോറി ലൈൻ പോകുന്നത് ഈ മൂന്ന് സൂപ്പർ സ്റ്റാർസുകൾ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാച്ചിൻ്റെ സ്റ്റോറി ലൈൻ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മാച്ച് WWEയിലെ ഹിസ്റ്ററിയിൽ ഇടം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് WWE പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസിനെ റെസ്ലിമേനിയ 36-ൽ ആരാ മത്സരിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് റോമൻ റെയിൻസ് തന്നെ പറഞ്ഞായിരുന്നു, എനിക്ക് റെസ്ലിമേനിയ 36-ൽ എൻ്റെ കൂടെ മത്സരിക്കാൻ എൻ്റെ ബ്രദർ മതി, സെത്ത് റോളിൻസുമായിട്ട് എനിക്കൊരു മാച്ച് വേണമെന്നാണ് റോമൻ റെയിൻസ് പറഞ്ഞത്. മിനിഞ്ഞാന്ന് നടന്നൊരു മീറ്റിംഗ് വെച്ച് റെസ്ലിമേനിയ 36-ൻ്റെ ലോഗോയും അതേപോലെ ലൊക്കേഷനൊക്കെ തന്നെ അവർ അനൗൺസ് ചെയ്ത് ആ മീറ്റിംഗ് വെച്ച് തന്നെ റോമൻ റെയിൻസ് പറഞ്ഞു എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ ആയിട്ടൊരു മാച്ച് മതി, സെത്ത് റോളിൻസുമായിട്ട് റെസ്ലിമേനിയ 36-ൽ എനിക്കൊരു മാച്ച് മതി എന്നാണ് റോമൻ റെയിൻസ് ആ മീറ്റിങ്ങിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പം വരുന്ന റൂമറുകളിൽ പറയുന്നത് റോമൻ റെയിൻസിൻ്റെ റെസ്ലിമേനിയ 36-ൽ ദ റോക്കിൻ്റെ അടുത്തൊരു മാച്ചാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ റോമൻ റെയിൻസ് ആ മീറ്റിംഗ് വെച്ച് തന്നെ പറഞ്ഞായിരുന്നു എനിക്ക് സെത്ത് റോളിൻസുമായിട്ടൊരു മാച്ച് മതി റെസ്ലിമേനിയ 36-ൽ, അതൊരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്, ഇങ്ങനൊരു മാച്ച് മതി എന്നാണ് റോമൻ റെയിൻസ് ആ മീറ്റിങ്ങിൽ പറഞ്ഞത്. റോമൻ റെയിൻസിൻ്റെ റെസ്ലിമേനിയ 35-ൽ ബാരൻ കോർബനുമായിട്ടൊരു സിംഗിൾ മാച്ചാണ്. ഇത് നമ്മൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ള മാച്ച് തന്നെയാണ്. പിന്നെ റോമൻ റെയിൻസിൻ്റെ റെസ്ലിമേനിയ 36-ൽ സെത്ത് റോളിൻസിനായിട്ട് തന്നെ മാച്ച് വേണമെന്ന് തന്നെ പറഞ്ഞാണ് ഇരിക്കുന്നത്. അതൊരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വേണമെന്ന് തന്നെ പറഞ്ഞാണ് റോമൻ റെയിൻസ് ഇരിക്കുന്നത്. ഇനി അഥവാ റോക്ക് റിട്ടേൺ ചെയ്യുവാണെങ്കിൽ റോക്കുമായിട്ടായിരിക്കും ചിലപ്പം റെസ്ലിമേനിയ 36-ൽ മാച്ച് ഉണ്ടാവുന്നത്. ഇനി റോക്ക് റിട്ടേൺ ചെയ്തില്ലെങ്കിൽ സെത്ത് റോളിൻസുമായിട്ട് മാച്ച് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം റോമൻ റെയിൻസിന് റെസ്ലിമേനിയ 36-ൽ സെത്ത് റോളിൻസുമായിട്ടൊരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് മതിയോ അതോ ദ റോക്കിൻ്റെ അടുത്തൊരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് മതിയോ? നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളിതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈ കൂടി എന്നെ വിളിക്കുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബായ്.